കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത് നോക്കാൻ വേണ്ടി പോവാം. അങ്ങനെ ഇന്ന് ചൊവ്വാഴ്ചയാണ്, തിരക്കൊന്നുമില്ല, തിരക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ വളരെ സുഖമായിട്ടുള്ള ദർശനമാണ്. നമുക്ക് എന്തായാലും ആദ്യം തന്നെ മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആ ഗരുഡ പ്രതിമയൊക്കെ കണ്ട ആലിനെ ഒന്ന് വലം വെച്ചിട്ട് നമുക്കിങ്ങനെ പോരാം. അങ്ങനെ പോരുമ്പോൾ ആ തീയൊരമ്പലത്തിൻ്റെ ആ ഒരു കരിങ്കല്ലിൻ്റെ വിളക്ക് കാണാം. അത് കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ പുതിയ ഗോപുരത്തിലെ അപ്പുറം ഇപ്പുറമുള്ള വിഗ്രഹങ്ങളൊക്കെ കാണാം. കണ്ണൻ്റെ ഓരോരോ കാഴ്ചകളിങ്ങനെ കണ്ട് വാഹന പൂജയൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ നേരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിൽ വശത്തുള്ള അത്തിമര ഗണപതിയെ കാണാനായിട്ട് പോവാം. ആ ഗണപതിയെ കണ്ട് തൊഴാം. അവിടെ ചെല്ലുമ്പോൾ തിരക്കൊന്നുമില്ല, വളരെ സുഖമായിട്ട് തൊഴാം. അങ്ങനെ തൊഴുത് സങ്കടമൊക്കെ നിവർത്തിച്ച് തരാനായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് നേരെ തിരിച്ച് വരുമ്പോൾ ഗോപുരവാതിലിൻ്റെ അതിലേ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ വരുമ്പോൾ നേരെ ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ തന്നെ കാണാം കേശവൻ്റെ 2 കൊമ്പ്, ആനക്കൊമ്പുകൾ അപ്പുറം ഇപ്പുറവും. അതിൻ്റെ നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവി. അങ്ങനെ അത് നോക്കിയിട്ട് അങ്ങനെ തൊഴുത് നമ്മളിങ്ങനെ പോരുമ്പോൾ ഇടത്തെ ഭാഗത്തേക്ക് നോക്കിയാൽ മേൽപ്പത്തൂരിൻ്റെ ആ ഒരു പീഠം കാണാം, കിടാവിളക്ക് കാണാം. അതേപോലെ വലത്തെ ഭാഗത്തുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണും നോക്കി തൊഴാം. അതിനുശേഷം നമ്മൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ സ്വർണ്ണ വിളക്കിൻ്റെ വെള്ളി വിളക്കിൻ്റെ വെളിച്ചത്തിലിങ്ങനെ ഭഗവാന്റെ ആ ഒരു കാഴ്ച നമ്മളിങ്ങനെ കാണുകയാണ്. അപ്പം ഇന്നിങ്ങനെ നോക്കുമ്പോൾ ആ മീനാണ് കേട്ടോ. മീനിൻ്റെ ആ ഒരു വാലൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ഉണ്ട്. അര വരെ ആ മീനിൻ്റെ ആ ഒരു ഇതാണ്, മത്സ്യാവതാരമൂർത്തിയായിട്ടാണ്. അരയ്ക്ക് മേലെ ആ കിങ്ങിണി കെട്ടിയിട്ടുണ്ട്, അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് കണ്ണൻ്റെ രൂപം തന്നെ വന്നിട്ട് പിന്നെ മാങ്ങാമാല, തുളസി, ആ ഒരു വളയം പോലത്തെ മാല, അതേപോലെ ശംഖ് ചക്ര ഗദാപത്മത്തോടു കൂടി, അതായത് ശംഖിനും ചക്രത്തിനും ബദലായിട്ട് ഓരോ സ്വർണ്ണ ഗോപി തിലകങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഗദ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, കളപ്പം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പത്മം ഒരു താമര കൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചതുർബാഹുവായ മഹാപ്രഭുവായിട്ട് നാരായണനായിട്ട് മത്സ്യാവതാരമൂർത്തിയായിട്ട് അങ്ങനെ ശ്രീലകത്ത് മേവുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. അങ്ങനെ നോക്കുമ്പോൾ ആ തിരുമുടിക്ക് ഇത് വെച്ചിട്ടുണ്ട്. തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ട് തിരുമുടിമാല 2 ചാർത്തിയിട്ടുണ്ട്. തിരുമുടിമാല വെളുത്ത പൂവും തുളസിപ്പൂവും തെച്ചിയായിട്ടുള്ള അതേപോലെ തന്നെ. പിന്നെ വലിയ ഒരു നല്ല വലുപ്പത്തിലൊരു ഉണ്ടമാല ഉണ്ട്, തെച്ചിയും തുളസിയും വെളുത്ത പൂ കുറച്ചും അങ്ങനെയായിട്ടുള്ള. അപ്പോൾ നോക്കി എല്ലാവരുടെയും കണ്ണ് ഭഗവാന്റെ ശ്രീലകത്തേക്ക് എത്തട്ടെ, മനസ്സ് ശ്രീലകത്തേക്ക് എത്തട്ടെ. നമ്മൾ സോപാനപ്പടിയിൽ നിന്നിട്ട് കാണുന്ന കാഴ്ചയാണ് ഭഗവാന്റെ ശ്രീലകത്ത് എന്നുള്ള കാഴ്ചയാണ്. ആ മത്സ്യാവതാരമൂർത്തീനെ നമ്മൾ കണ്ട് തൊഴുകയാണ് കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ നമ്മൾ തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ സോപാനപ്പടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ അഗ്നികോണിലുള്ള ആ ബലിതർപ്പണം ചെയ്യുന്ന ആ കല്ല് നോക്കി കണ്ടു തൊഴുതു. അതേപോലെ നേരെ ആ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുതു. അതിന് ശേഷം നമ്മളിങ്ങനെ നോക്കി ചുവരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആലിലക്കണ്ണനെ കാണാം. അത് കണ്ട് തൊഴുത് അങ്ങനെ സപ്തമാതാക്കളെ കണ്ട് തൊഴുതു. പിന്നീട് നമ്മൾ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ്. അവിടെ ഒന്നും വലിയ തിരക്കൊന്നുമില്ല, വളരെ സുഖമായിട്ടുള്ള ദർശനം. ഇന്നും ഉണ്ട് കേട്ടോ ഒരു പീലി, എന്നും കണ്ണൻ തന്നെയാണ്, കണ്ണൻ്റെ പോലെ തന്നെ, ഗണപതി കണ്ണനും കൂടി തന്നെ. അങ്ങനെ നല്ല രസമായിട്ടുണ്ട്. അലങ്കാരം ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. കൊമ്പും തുമ്പിക്കൈയൊക്കെ ആയിരുന്നു. ഇന്നലെയും പറഞ്ഞ മാതിരി വൈകുന്നേരം ആയപ്പോഴേക്കാണ് നല്ല മനോഹരമായിട്ടുള്ള ആ ചന്ദ്രക്കലയ്ക്ക് വെച്ചിട്ടുള്ള ആ ഒരു കാഴ്ച ഉണ്ടായത്. വെള്ളിയുടെ ചന്ദ്രക്കലയ്ക്ക് വെച്ചിട്ട് ശിവനും വിഷ്ണുവും ഗണേശനും കൂടി ആയിട്ടായിരുന്നു ഇന്നലത്തെ. ഇപ്പം അത് അതിൻ്റെ ഏകദേശമൊക്കെ ആയിട്ട് വരുമായിരിക്കാം. എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കുക കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം
ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിലേക്ക് നോക്കുക. അപ്പോൾ സരസ്വതിയുടെ അവിടെ 2 മാല ഉണ്ട്. പിന്നെ കിടാവൾക്ക് കത്തി നിൽക്കുന്നുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് ഗണപതിക്ക് ഏത്തൊക്കെ ഇട്ട് നമ്മളിങ്ങനെ പോരുമ്പോൾ മായാദേവിയുടെയും അതേപോലെ ചെറിയ ഗണേശനെ കണ്ട് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്. കാവപ്രമാരത്ത് അച്യുതൻ നമ്പൂരിപ്പാടാണ്. അങ്ങനെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വാമനാവതാരം അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെയും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ നേരെ അനന്ത പത്മനാഭസ്വാമീനെ കാണാം. അനന്തശായിയായ അനന്ത പത്മനാഭസ്വാമിയുടെ അവിടെ നിറയെ മാലകളുണ്ട്. മുകളിൽ ധാരാളം തുളസി മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. വിഷ്ണുവിനും അതേപോലെ തുളസിയും ആ ഒരു തടിച്ച മാലയൊക്കെ ആയിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. എല്ലാവരും അവിടെ തൊഴുക. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകു വശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. പിന്നീട് നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് കണ്ണനെയും കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിൻ്റെ അടുത്ത് വരിക. ഇന്ന് കുറച്ച് കുങ്കുമം മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും തൊഴുതോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുതു. അതേപോലെ ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപമൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം ആ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ലേശങ്ങൾ നീങ്ങി നിന്നാൽ താമരക്കണ്ണനെ കാണാം. കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം കിഴക്കേ ഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ മണിക്കിണർ കാണാം. അതേപോലെ അപ്പുറത്ത് കിടന്നാൽ ആ നൃത്താറയിൽ നോക്കിയാൽ കിടാവൾക്ക് ഇങ്ങനെ കത്തി നിൽക്കണു. പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് അവിടേക്ക് നോക്കി തൊഴാം. പിന്നീട് തിരിച്ചിങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്ത് വന്ന് പ്രസാദവും തീർത്തൊക്കെ കൊടുക്കുന്ന സ്ഥലത്തെത്തിയിട്ട് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അങ്ങനെ നമ്മൾ വന്ന് ഇനി എടത്തരികത്തുകാവ് ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെയും തിരക്കൊന്നുമില്ല. ഇന്ന് ഗോളക ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ നല്ല രസമായിട്ട് തന്നെയാണ്. ചാർത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ധാരാളം പൂക്കളുണ്ട്. ഇന്നലെ അതിമനോഹരമായിട്ടായിരുന്നല്ലോ. ഇന്നലെ കാലമൊക്കെ ഇങ്ങനെ ശരിക്കും നൃത്തം ചെയ്യുന്ന ആഹ്ലാദ നൃത്തം ചെയ്യുന്ന അമ്മയായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ആ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതു. അതിനുശേഷം നമ്മൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂർ അപ്പനെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ ആ ഒരു അനുഭൂതി ഉണ്ടാവും. അതിനുശേഷം നമ്മളിങ്ങനെ ആ കൊടിമരത്തിൻ്റെ അവിടേക്ക് നോക്കി വരിക. അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ അധികം തിരക്കൊന്നുമില്ല. ആൾരൂപ വഴിപാടിൻ്റെ അവിടെ അതേപോലെ മഞ്ചാടിക്കുരുവായറിനോടത്തും ഇല്ല. വിളക്കൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ഈ വിളക്ക് കത്തിച്ച് വെച്ചതൊക്കെ. അങ്ങനെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ മത്സ്യാവതാരമൂർത്തി ഒന്നുകൂടി കണ്ടു തൊഴാം. അവിടെ നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടെ വരുമ്പോൾ കിടാവിളക്ക് കാണാം. അത് കണ്ടു തൊഴാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അവിടെ വരിക. അയ്യപ്പസ്വാമീനെ കണ്ടു തൊഴാം. അങ്ങനെ അവിടെയും ഇതേപോലെ പാവുണ്ടൊക്കെ എടുത്തിട്ട് കറുത്ത മുണ്ട് അതിൻ്റെ മുകളിൽ ചുറ്റിയിട്ടുണ്ട്. അങ്ങനെ നല്ല ഒരു കാഴ്ചയാണ്. കളവും കൊണ്ടുള്ള ആ ചന്ദനം കൊണ്ടുള്ള ചാർത്തിങ്ങനെ ആയി വരുന്ന മുഖമൊക്കെ ഇങ്ങനെ നമുക്ക് അവിടെ തൊഴാം.
ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. ഭൂതനാഥനെ കണ്ട് തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെ കുറച്ച് പുറകോട്ട് ഇറങ്ങി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയൊക്കെ കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിലൂടെ നമ്മൾ പുറത്തേക്ക് വരിക. എന്നിട്ട് ആ രുദ്രതീർത്ഥത്തെ വലം വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ ആ നടുവിലുള്ള ഉണ്ണിക്കണ്ണനെ കാണാം, വേണുഗോപാലിനെ. അങ്ങനെ അത് കണ്ട് അങ്ങനെ വരുമ്പോൾ നാരായണീയം വായിക്കുന്ന നാരായണാലയത്തിൽ ചെല്ലാം. അവിടെ ചെന്ന് അവിടെ കുറേ ഭക്തരിരുന്ന് നാമം ചെല്ലണു. ആ പൂന്താനം പൂജിച്ച വിഗ്രഹമൊക്കെ കാണാം. അവിടെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഭഗവതിയുടെ അവിടേക്ക് വരുമ്പോൾ ഒന്നും കൂടി തൊഴാം. പിന്നീട് കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് അവിടെ നോക്കിയാൽ ഒന്നുകൂടി ഭഗവാന്റെ ആ രൂപം കാണാൻ പറ്റുമോ നോക്കാം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കുറച്ചൊക്കെ കാണാം, വിളക്ക് നന്നായിട്ട് കാണാം. തിരക്ക് കുറച്ച് കുറവുള്ള കാരണം വലിയ ആൾക്കാർ മുന്നിൽ നടന്നു പോയാൽ കാണില്ല, അല്ലാച്ച നമുക്ക് കുറേശ്ശൊക്കെ കാണാം. അത്ര അങ്ങോട്ട് തെളിച്ചം കിട്ടില്ലെങ്കിലും ആ വിളക്ക് ഇങ്ങനെ കാണാം. പിന്നെ നമ്മൾ കണ്ടു വരുന്നതാവുകൊണ്ട് ആ മത്സ്യാവതാര മൂർത്തിയാണെന്നുള്ള ആ ഒരു ഇതിൽ നമുക്ക് അവിടെ നിന്ന് തൊഴാം. അങ്ങനെ അവിടെ തൊഴുത് വീണ്ടും നമ്മൾ അവിടുന്ന് നോക്കിയാൽ കാണും ആ തെക്കേ നടയിലുള്ള കൂവളമരം. അപ്പോൾ ആ കൂവളമരത്തിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോയിട്ട് മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ ഒന്ന് മനസ്സിൽ സ്മരിച്ച് ആ കൂവളമരത്തിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. ഭഗവാന്റെ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. ഇനി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. ഞാൻ പറയാം. ഗീതാജിയുടെ മകൻ ഗോകുൽ തൃക്കേട്ട, മോൻ്റെ സങ്കടങ്ങൾ മാറാനും ജോലി കിട്ടാനും വേണ്ടിയിട്ടാണ്. പിന്നെ കൈയൊടിഞ്ഞത് കാരണം രഘുപതി ഗുരുവായൂർ ദർശനത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് കഴിയണം എന്നുള്ളത് എത്രയും പെട്ടെന്ന്. പിന്നെ ലത ആയില്യം അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ്. സജീഷ് തിരുവാതിര സന്താന ഭാഗ്യത്തിനാണ്. ഐശ്വര്യ പൂരം അവർക്ക് രണ്ടുപേർക്കും കൂടി എത്രയും പെട്ടെന്ന് സന്താന സൗഭാഗ്യം കിട്ടണമെന്ന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടിരിക്കുന്നത്. പിന്നെ രശ്മിയുടെ മകന് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കൃഷ്ണേന്ദു മൂലം ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അമലിന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അഭിമന്യു പൂരം ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മളോട് പറഞ്ഞവർക്കും പിന്നെ ഇതിൽ പറഞ്ഞ ആളുകളും ബാക്കി നമ്മുടെ കൂടെ ഉള്ളവർക്കൊക്കെ സൽഗതി കിട്ടാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും ആ പ്രാർത്ഥന ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ കേൾക്കുമ്പോൾ ഗുരുവായൂരപ്പൻ അതിനുള്ള പ്രതിവിധി ചെയ്തു തരും. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. നമുക്കിനി ഒരു ചെറിയ കഥയും കൂടി, ഇന്നലെ പറഞ്ഞ ഗണപതിയുടെ വേറെ 2 കഥകൾ. ഗണപതി ഏകദന്തനായതിൻ്റെ ഒരു കഥ. ഗുരുവായ പരമശിവനെ കാണാൻ ശിഷ്യനായ പരശുരാമൻ കൈലാസത്തിൽ ചെല്ലുക. ആ സമയത്ത് നന്ദികേശൻ പരശുരാമനെ ഉള്ളിൽ പോകാൻ അനുവദിച്ചു. എന്നാൽ അന്തപുരത്തിനടുത്തെത്തിയപ്പോൾ കാവൽ നിൽക്കുകയായിരുന്ന ഗണപതി ശിവൻ ഉറങ്ങുന്ന സമയമായതിനാൽ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. പിതാവിനെ വിവരമറിയിച്ച് മടങ്ങി വന്ന് താൻ തന്നെ പരശുരാമനെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന് സവിനയം അറിയിച്ചു. മഹേശ്വരൻ്റെ പ്രിയ ശിഷ്യനായ തനിക്ക് അവസരം നോക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് പരശുരാമൻ ഗുരുവിനെ കാണാൻ ശ്രമിച്ചു. എന്നാൽ ഗണപതി വിട്ടില്ല. സംഭവം യുദ്ധത്തിൽ കലാശിച്ചു. ഗണപതിക്ക് ഒരു കൊമ്പ് നഷ്ടപ്പെട്ടു. ഇതിൽ കുപിതനായ പാർവതി പരശുരാമനെ വധിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ മഹാവിഷ്ണു ഇടപെട്ടു. വിഷ്ണു ഒരു ബ്രാഹ്മണകുമാരൻ്റെ വേഷം ധരിച്ച് മഹേശ്വരൻ്റെ അതിഥിയായിട്ട് വന്ന് പാർവതിയുടെയും ഗണപതിയുടെയൊക്കെ മഹിമകൾ വർണ്ണിച്ച് അവരെ പൂജിക്കുവാൻ രാമനെ ഉപദേശിച്ച് അപ്രത്യക്ഷനായി. ശിഷ്യനും മകനും പരസ്പരം യുദ്ധം ചെയ്തതിൻ്റെ ഫലമോ ഗണപതി ഏകദന്തനായി. അങ്ങനെ ഗണപതിയെ കൂടാതെ ഹിന്ദുക്കൾ ഒരു കാര്യവും തുടങ്ങാറില്ല. അഥവാ തുടങ്ങിയാൽ അതിൽ വിഘ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. വിഘ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഗണേശൻ പ്രസാദിക്കണം. അതിനായിട്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും ഗണപതി പൂജ നടത്താറുണ്ട്. ആ ഒരു കാര്യമാണ്. ചെറിയൊരു കഥയാണ്. പിന്നെ എന്താ വെച്ചാൽ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി
മറ്റൊരു കഥ എന്ന് പറയുന്നത് പാർവതി കുഞ്ഞിന് വേണ്ടിയിട്ട് വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു. വിഷ്ണു തന്നെ പാർവതി പുത്രനായി ജന്മമെടുത്തു. ഇത് മനസ്സിലാക്കിയ സകല ദേവന്മാരും പാർവതിയെ അഭിനന്ദിക്കുവാൻ വന്നു ചേർന്നു. കൂട്ടത്തിൽ ശനി ഉണ്ടായിരുന്നു. ശനി കുട്ടിയെ നോക്കാതെ നിലത്ത് ദൃഷ്ടിയുറപ്പിച്ചു നിൽക്കുകയായിരുന്നു. ഇത് കണ്ട പാർവതി കാരണം തിരക്കി. ഏതെങ്കിലും ശിശുവിനെ ശനി നോക്കുന്ന പക്ഷം ശനിയുടെ ദൃഷ്ടി ദോഷം കൊണ്ട് കുഞ്ഞ് മരിച്ചു പോകുമെന്ന് ഒരു ശാപം ഭാര്യയിൽ നിന്നും തനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ശനി പാർവതിയോട് പറഞ്ഞു. അത് വകവയ്ക്കാതെ കുട്ടിയെ നോക്കിക്കൊള്ളാൻ പാർവതി അനുവദിച്ചു. ശനി നോക്കിയതും കുട്ടിയുടെ തല ശരീരത്തിൽ നിന്നും വേർപെട്ട് അപ്രത്യക്ഷനായി. കുപിതയായ പാർവതി ശനിയെ ശപിച്ച് മുടന്തനാക്കി. പാർവതിയുടെ ദുഃഖം കണ്ട് അവിടെ വന്നു ചേർന്ന മഹാവിഷ്ണു നദീതീരത്ത് ഉറങ്ങിക്കിടന്ന ഒരു ആനയുടെ തല വെട്ടിയെടുത്ത് ശിശുവിന് ചേർത്ത് വയ്ക്കുകയും ശിശു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കഥകളുണ്ടല്ലോ ഗണേശൻ്റെ കാര്യത്തിൽ. അപ്പോൾ എന്തായാലും ചെറിയൊരു കഥ. അപ്പോൾ നമുക്കിനി ബാക്കി നാളെ പറയാം. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം.